ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വയ്ക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനിലേക്ക് മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റത്തേന് നമുക്ക് വയ്ക്കാം. 2 തക്കാളി, 2 സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി നമുക്കെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓയിൽ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇടാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം അളവിൽ നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് 2 സവാള എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഈ ചിക്കൻ കറി നമ്മളധികം വെള്ളം ചേർക്കുന്നില്ല. ഈ തക്കാളിയുടെ വെള്ളവും ചിക്കൻ്റെ വെള്ളവുമാണ് ഈ കറിയിൽ ഉപയോഗിക്കുന്നത്. തക്കാളി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് കഷ്ണങ്ങളാക്കാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണയാണ് ഒഴിച്ചത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇടാം. സവാള ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. എളുപ്പത്തിൽ വേഗം വഴന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഏകദേശം നന്നായി വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി നമുക്കിവ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം മുളക് പൊടി ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. കുറച്ച് ചിക്കൻ മസാല ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് അല്പം വെള്ളം ചേർക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നല്ല രീതിയിൽ ഈ ചിക്കൻ കഷ്ണങ്ങളും ഈ ഗ്രേവിയുമായിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട. മൂടി വയ്ക്കാം. ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കുരുമുളക് ചേർക്കാം. കുരുമുളക് ചേർത്തതിന് ശേഷം ഒരല്പം മല്ലിയില ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. അപ്പോൾ